ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാൻ ഉയർത്തിയ 171 റൺസ് വിജയലക്ഷ്യം. 7 പന്തും 6 വിക്കറ്റും ശേഷിക്കെ ഇന്ത്യ മറികടന്നു. അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും അയൽക്കാർ ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ വീണു. ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. 47 റൺസ് എടുത്ത് ശുഭ്മാൻ ഗിൽ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ അക്കൗണ്ടിൽ 105 റൺസ് എത്തിയിരുന്നു. പിന്നാലെയെത്തിയ നായകൻ സൂര്യകുമാർ യാദവ് റണ്ണില്ലാതെ മടങ്ങി. സ്കോർ 123-ലെത്തിയപ്പോഴാണ് അഭിഷേക് ശർമ്മ വീഴുന്നത്. 39 പന്തിൽ 6 പടുകൂറ്റൻ സിക്സർ ഉൾപ്പെടെ 74 റൺസ് എടുത്ത് ഗംഭീര പ്രകടനമാണ് അഭിഷേക് നടത്തിയത്. തുടർച്ചയായി വിക്കറ്റുകൾ വീണതോടെ ഇന്ത്യ കളി കരുതലോടെയാക്കി. തിലക് വർമ്മ 19 പന്തിൽ 30 റൺസ് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ഹർദിക് പാണ്ഡ്യ പുറത്താകാതെ നിന്നു. അഞ്ചാമനായി ക്രീസിലെത്തിയ സഞ്ജു സാംസൺ 13 റൺസ് എടുത്ത് പുറത്തായി. സൂപ്പർ ഫോറിലെ ടോസിംഗിലും മത്സരശേഷവും താരങ്ങൾ ഹസ്തദാനം ചെയ്തില്ല. ബുധനാഴ്ച ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പാകിസ്ഥാൻ നാളെ ശ്രീലങ്കയെ നേരിടും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് പാർട്ട്ണർഷിപ്പ് മികവ് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു T20 ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്ണർഷിപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയുടെ ഒപ്പം തന്നെ ശുഭ്മൻ ഗില്ലിന്റെയും ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. 105 റൺസാണ് ഇരുവരും ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ നേടിയെടുത്തത്. ഒരുപക്ഷെ ഇന്ത്യയുടെ വിജയം അനായാസകരമാക്കുന്നതിൽ ആ പാർട്ട്ണർഷിപ്പിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 10 ഓവറിലേക്ക് എത്തുമ്പോൾ 9.5 ഓവറിലാണ് ഇന്ത്യയുടെ ആദ്യ വിക്കറ്റ് വീഴുന്നത്. 105 റൺസ് ആ സമയത്ത് തന്നെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ജയം ഉറപ്പിച്ചിരുന്നു ആ സമയത്ത് തന്നെ. അതിന് പിന്നാലെ ഇന്ത്യക്ക് 3 വിക്കറ്റുകൾ തുടരെ നഷ്ടപ്പെട്ടു. എങ്കിൽ പോലും അത്ര കണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ സഞ്ജു സാംസൺ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രകടനമാണ് കണ്ടത്. പക്ഷേ ഈ മത്സരത്തിൽ 13 റൺസ് മാത്രമാണ് സഞ്ജു സാംസണ് നേടിയെടുക്കാൻ സാധിച്ചത്. അതിൽ തന്നെ തിലക് വർമ്മയും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയും ചേർന്നാണ് ഇന്ത്യയെ അനായാസകരമായ ജയത്തിലേക്ക് എത്തിച്ചതും. ഇനി പാകിസ്ഥാന്റെ ബാറ്റർമാരെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ പാർട്ട്ണർഷിപ്പ് തന്നെയായിരുന്നു അതിൽ നിർണായകമായി മാറിയത്. കാരണം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അത് പാകിസ്ഥാൻ ഒരു മികച്ച ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ ടൂർണമെന്റിലുടനീളം ഒരു വലിയ വെല്ലുവിളി ആ കാര്യത്തിൽ പാകിസ്ഥാൻ നേരിട്ട് വരുന്നുണ്ടായിരുന്നു. ഇത്തവണ ഈ മത്സരത്തിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നു. അതായത് സാധാരണഗതിയിൽ സയ്യിം അയ്യൂബും ഒപ്പം തന്നെ ഫർഹാനുമാണ് ഈ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്നലെ ഫർഹാനും ഒപ്പം തന്നെ ഫക്തർ സമാനും ചേർന്നാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. പക്ഷേ ആ തീരുമാനം ഇത്തിരി ഒന്ന് പാളിപ്പോയി. കാരണം 21ാമത്തെ റൺസിൽ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ പാർട്ട്ണർഷിപ്പിലാണ് അതൊരു നല്ല കൂട്ടുകെട്ട് പറയുന്നത്. അതായത് സയ്യിം അയ്യൂബും തന്നെയാണ് രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. 72 റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിക്കെട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് 171 റൺസ് എന്ന സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ചപ്പോൾ തന്നെ ഇന്നലത്തെ ബോളിംഗ് മികവിൽ ശിവൻ ഡൂബയുടെ കാര്യം ഒപ്പം തന്നെ കുൽദീപ് യാദവിൻ്റെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെ. ഏതായാലും മത്സരത്തിൻ്റെ വിലയിരുത്തലുകൾ അങ്ങനെയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഹസ്തവിവാദത്തിന് ശേഷമൊക്കെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലും, അതായത് ഇന്നലെ കഴിഞ്ഞ മത്സരത്തിലും നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ചില അസാധാരണ സംഭവങ്ങൾ, ഹസ്തദാന വിവാദത്തിൽ തുടങ്ങിയ മത്സരം അതിൽ തന്നെ അവസാനിക്കുമോ എന്നൊക്കെയായിരുന്നു കായിക ലോകം ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെയും ഇരുവരും കൈയൊന്നും കൊടുത്തില്ലൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഒരു ബാറ്ററുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വെടി പൊട്ടിക്കുന്ന രീതിയിൽ, അതായത് തോക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ വൈറലാവുകയും ചെയ്തതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും പാകിസ്ഥാന് നാളെ മത്സരമുണ്ട്. ഇന്നിപ്പോൾ ഏഷ്യ കപ്പിൽ മത്സരങ്ങൾ നടക്കുന്നില്ല. പാകിസ്ഥാന് മത്സരമുള്ളത് നാളെയാണ്. അത് ശ്രീലങ്കയുമായിട്ടാണ്. രണ്ട് ടീമുകളും ഓരോ മത്സരം പരാജയപ്പെട്ടുകൊണ്ടാണ് സൂപ്പർ ഫോറിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാളത്തെ നടക്കാനിരിക്കുന്ന മത്സരം അത് പാകിസ്ഥാനൊപ്പം തന്നെ ശ്രീലങ്കയ്ക്കും ഒരുപോലെ നിർണായകമാണ്.